സഹകരണ സംഘത്തിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവും ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ അണിയൂർ ജയകുമാർ 24നോട് ആത്മഹത്യ ചെയ്ത ബിജുകുമാറിന് ഒരു രൂപയും നൽകാനില്ല. ബിജുകുമാറിന് ബാങ്കിൽ 22 ലക്ഷം രൂപ ബാധ്യതയുണ്ടെന്നും അണിയൂർ ജയകുമാർ പറഞ്ഞു. ഞാൻ അങ്ങനെ കടം വാങ്ങുന്ന ആളല്ല. എനിക്ക് സ്വകാര്യ ആവശ്യത്തിന് ബിജുവിന് ഈ നാട്ടിൽ വളരെ സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. അവർ തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ തന്നെ ഉണ്ട്. അവരിൽ നിന്ന് 2 ലക്ഷം രൂപ വാങ്ങിയത് ഈ പാവപ്പെട്ട പയ്യൻ്റേത് ഞാൻ 2 ലക്ഷം രൂപ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവദോഷം കിട്ടും. ആ കാര്യത്തിൽ അവർ പറയുന്നതിൽ ഒരുവിധ ഇതുമില്ല. വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇദ്ദേഹം മാത്രമല്ല, പല ആൾക്കാരും പരാതിയുമായി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴക്കൂട്ടം പോലീസ് അണിയൂർ ജയകുമാറിന്റെ വീട്ടിലെത്തി മൊഴിയെടുക്കുകയാണല്ലോ. ഇന്ന് ഏത് തരത്തിലുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം 24നോട് നൽകിയത്? ക്രിസ്റ്റീന, ഗൃഹനാഥൻ ബിജുകുമാറിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിനെതിരെയും അതിന്റെ പ്രസിഡന്റ് അണിയൂർ ജയകുമാറിനെതിരെയും ഗുരുതരമായ ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. കാരണം ഈ ബിജുകുമാർ തന്റെ സ്വർണം പണയപ്പെടുത്തി സ്വകാര്യ ആവശ്യത്തിനായി ജയകുമാറിന് പണം നൽകിയെന്നും ഈ പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു പണം താൻ വാങ്ങിയില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു എന്നതാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്ന കാര്യം. ഈ വഴി 2,52,000 രൂപ ബിജുകുമാറിന് ജയകുമാർ നൽകാനുണ്ടായിരുന്നു. ഇത് ലഭിക്കാതെ വന്നതോടെയാണ് ബിജുകുമാർ മനം നൊന്ത് ആത്മഹത്യ ചെയ്തത്. ഇതാണ് കുടുംബം പ്രധാനമായും പറയുന്ന കാര്യം. ഈ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് പണം തിരികെ ചോദിച്ചത്. പക്ഷേ മാസങ്ങളായി ഈ സഹകരണ ബാങ്കിലും ഒപ്പം ജയകുമാറിന്റെ വീട്ടിലും കയറി ഇറങ്ങിയെങ്കിലും പണം നൽകിയില്ല എന്നതാണ് കുടുംബം ആരോപിക്കുന്ന കാര്യം. പക്ഷേ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അണിയൂർ ജയകുമാർ നിഷേധിക്കുകയാണ്. 1 രൂപ പോലും ബിജുകുമാറിന് നൽകാനില്ല എന്നതാണ് ജയകുമാർ പറയുന്ന വിശദീകരണം. മാത്രമല്ല, വായ്പകളും ചിട്ടികളും എടുത്ത വകയിൽ 22 ലക്ഷത്തോളം ബാധ്യത ബിജുകുമാറിന് നിലവിൽ സഹകരണ സംഘത്തിൽ ഉണ്ട് എന്നുകൂടി ജയകുമാർ പറയുകയാണ്. പക്ഷേ അപ്പോഴും കുടുംബം പറയുന്ന കാര്യം, നേരത്തെ എടുത്ത വായ്പകളും ചിട്ടികളും ക്ലോസ് ചെയ്തിരുന്നു, ഒരു പൈസയും ബാങ്കിൽ നൽകാനില്ല എന്നും ചിട്ടി പിടിച്ച വകയിൽ 1,50,000 രൂപ തങ്ങൾക്ക് ഇങ്ങോട്ടാണ് ലഭിക്കാനുള്ളത്. ഇതാണ് കുടുംബം പറയുന്ന കാര്യം. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നു. ആ ആരോപണങ്ങൾ നിഷേധിക്കുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലൊരു ക്രമക്കേട് നടന്നു എന്നുള്ള ചില തെളിവുകൾ കൂടി ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ 2018 ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉള്ളത്. 17 കോടിയോളം ബാധ്യത ബാങ്കിനുണ്ട് എന്നും വായ്പ അനുവദിച്ചതിലും വലിയ ക്രമക്കേട് നടന്നുവെന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ പോലീസിന്റെ അന്വേഷണം ഒപ്പം ഈ സഹകരണ രജിസ്ട്രാറുടെ അന്വേഷണവും ഈ സംഭവത്തിൽ നടക്കുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് MG പ്രതീഷാണ്.